സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല. അതെല്ലാം ഇവിടെ തന്നെ എന്ന് വിചാരിക്കുകയും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ കൃത്യമായി കർത്താവിൻ്റെ സത്യവചനം ഈ നിത്യസത്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരും പരിശുദ്ധ അമ്മ മാതാവും സഭാപിതാക്കന്മാരും സഭയുടെ വിശുദ്ധാത്മാക്കളുമെല്ലാം ഈ നിത്യസത്യങ്ങളെ കൃത്യമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ഞാൻ ഈ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു, നമ്മളെത്ര അനുഗ്രഹീതരാണ്. ഈ ആത്മീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം കർത്താവ് നമ്മോട് കരുണ കാണിച്ചില്ലേ? കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ഇല്ലെങ്കിൽ ഈ നിത്യസത്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. കർത്താവിൻ്റെ കൃപയാണ് ഇതിൻ്റെ എല്ലാം ആധാരമെന്ന് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബങ്ങളും തലമുറകളെല്ലാം കർത്താവിൻ്റെ രക്ഷാകരമായ സൗഖ്യത്തിൽ നിറയപ്പെടുവാൻ ഇന്ന് പല കുടുംബങ്ങളിലും പലവിധ തകർച്ചകൾ, പാപരോഗ ശാപബന്ധനത്തിൻ്റെ സ്വാധീനങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, തലമുറകളെ കണ്ടുവരുന്ന ആത്മഹത്യകൾ, അകാല മരണങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നുവേണ്ട മാനസിക വൈകാരികമായ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, ഇങ്ങനെ ഒരുപാട് നിരവധിയായ പല വിധത്തിലുള്ള തകർച്ചകളുടെ ഒരു വേലിയേറ്റം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം കടന്നു വരുവാൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, പത്രോസിലെഴുതി 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. എന്റെ സഹോദരങ്ങളെ, എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് പലവിധ പാപസ്വാധീനങ്ങള്, ശാപഗ്രസ്തമായ ബന്ധനങ്ങള്, തലമുറകളിലൂടെ കടന്നു വന്നിരിക്കുന്ന പലവിധ അടിമത്വങ്ങള്, ഇതിൽ നിന്നെല്ലാം നമ്മൾ വിമോചിതരാകുന്നത് നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ അമൂല്യമായ രക്തത്തിന്റെ അനന്തമായ ശക്തിയാലാണ്. എന്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധ വചനം എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? നമ്മളിൽ നിന്ന് മരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന, കർത്താവിന്റെ അരികിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകളുടെ സൗഖ്യത്തിന് ഇത് വളരെ ആവശ്യമാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്നേഹിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ശുദ്ധീകരണ സ്ഥലത്തിലോ ശുദ്ധീകരണ ആത്മാക്കളിലോ എനിക്ക് വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നു. സ്വർഗത്തിലും നരകത്തിലൊക്കെ വിശ്വാസമുണ്ട്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് വേണ്ടത്ര ഒരു വ്യക്തത എനിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ മഹാകരുണയാലെ ഈ നിത്യസത്യം മനസ്സിലാക്കുവാനും അത് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ഒരു വലിയ ആത്മീയ രഹസ്യമാണെന്നും അനേകം വിശുദ്ധാത്മാക്കൾക്കും സഭാപിതാക്കന്മാർക്കും സഭയിലെ പല മിസ്റ്റിക്കുകൾക്കും ഈ ദൈവിക രഹസ്യം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് അവരുടെ ജീവിത അനുഭവങ്ങൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ
പരിശുദ്ധ വചനത്തിന്റെ ചില മർമ്മങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, വ്യക്തിപരമായ ചില അനുഭവങ്ങളിലൂടെ കർത്താവ് അത് പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇതൊരു കെട്ടുകഥയല്ല, ഇത് ഒരു മാനുഷികമായ സാങ്കല്പികമായിട്ടുള്ള ഒരു കൽപ്പിത അനുഭവമല്ല. ഈ ശുദ്ധീകരണ സ്ഥലം ഇതൊരു നിത്യസത്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, ശാശ്വതമായ കാരുണ്യത്തിന്റെ പ്രകടമായ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന അസംഖ്യം ആത്മാക്കളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അവർക്ക് ഇനി അവരെ സഹായിക്കാൻ സാധ്യമല്ല. അവരുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിനു വേണ്ടി അവർക്കിനി അവർക്കായി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവർക്ക് അനുഭവിക്കുവാനോ, മനസ്സാന്തരപ്പെടുവാനോ, ധ്യാനം കൂടുവാനോ, ദൈവവചനം കേൾക്കുവാനോ, വിശുദ്ധീകരിക്കപ്പെടുവാനോ സ്വയം ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. നമ്മുടെ സ്നേഹവും നമ്മുടെ കരുണയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ സഹനങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളുമാണ് അവരെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്കാണ് കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി വ്യാപരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ തലമുറകൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടും. തലമുറകളെ കണ്ടുവരുന്ന പല പൈശാചിക ആധിപത്യങ്ങള്, പാപരോഗ ശാപബന്ധനത്തിന്റെ സ്വാധീനങ്ങൾ, ഇതെല്ലാം തകർക്കപ്പെടുന്ന അത്ഭുതകരമായ കർത്താവിന്റെ പ്രവൃത്തി അനുഭവിക്കാൻ എൻ്റെ സഹോദര സഹോദരി നിനക്ക് കഴിയുമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഈ സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 61:4 വചനത്തിൽ പണ്ട് നശിച്ചുപോയവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. തലമുറകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിനാശങ്ങൾ അവർ പരിഹരിക്കും. കാരണം ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. സമരസഭയിലായിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളും സഹനസഭയിലായിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളും വിജയസഭയിലായിരിക്കുന്ന സ്വർഗനിവാസികളും ഇത് തമ്മിൽ ഒരു ഐക്യതയുണ്ട്, ഒരു യൂണിയൻ ഉണ്ട്. ഇത് പരസ്പരം ബന്ധിതമാണ്, വേർപിരിക്കാൻ പറ്റാത്ത വിധം ഇത് ബന്ധിതമാണ്. കാരണം നമ്മൾ ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. വിശുദ്ധ പൗലോസ് ഈ സത്യസഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്കാർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? 2:21 പറയാം, ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമുന്നയപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കുക, നമ്മൾ പരസ്പരം ബന്ധിതമാണ്, വേർപിരിയാൻ പറ്റാത്ത വിധം സമരസഭയിലും സഹനസഭയിലും ആയിരിക്കുന്ന നമ്മൾ പരസ്പരം ബന്ധിതരാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് പറ്റും. അവരെ സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതങ്ങൾക്കും കഴിയും. കാരണം നമ്മൾ പരസ്പരം ഒന്നിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കുവാനുള്ള വഴി എന്താ സഹോദരങ്ങളെ? നമ്മൾ എപ്രകാരമാണ് ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കേണ്ടത്? അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ അപ്പനും അമ്മയും ആ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ജീവിത പങ്കാളിയുണ്ട്, സഹോദരങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് സ്നേഹിച്ച് നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ, ഉപകാരികള്, നമ്മളെ സഹായിച്ച അനേകരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ അത് വേറെ ഏത് ആത്മാക്കളായി തെറ്റിദ്ധരിക്കരുത്. അവർ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവര്. ഈ സത്യം മനസ്സിലാക്കി അവരെ സഹായിക്കുവാനുള്ള
വലിയ ഉത്തരവാദിത്വം എനിക്ക് നിനക്കുമുണ്ടെന്ന് കർത്താവ് നമ്മൾ അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. കരുണ ചൊരിയണമേ, വർഷിക്കണമേ. നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. നമ്മൾ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കണം. ആ സഹായിക്കാനുള്ള വഴികൾ എന്താണ്? ഒന്നാമതായി നമ്മൾ അവരെ സ്നേഹിക്കണം. എപ്പോഴും നമ്മളെ അവർ ഓർക്കണം. ഈ നവംബർ മാസത്തിൽ മാത്രമല്ല, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ ശുദ്ധീകരണ ആത്മാക്കളെ ഓർമ്മിക്കുകയും നമ്മൾ അവരെ അഗാധമായി സ്നേഹിക്കുകയും വേണം. അവരെ സഹായിക്കാനുള്ള ഒന്നാമത്തെ വഴി അതാണ്. നമ്മുടെ സ്നേഹവും അവരെക്കുറിച്ചുള്ള ഓർമ്മകളും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. ശുദ്ധീകരണ ആത്മാക്കള് അവർ വിശുദ്ധിയുള്ള ആത്മാക്കൾ തന്നെയാണ്. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, പരിപൂർണമായി അവർ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധിയുടെ പൂർണ്ണത അവർ സ്വന്തമാക്കിയിട്ടില്ല എന്ന് മാത്രം. അവർ ശുദ്ധിയുള്ള ആത്മാക്കൾ, അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറയുന്നത്. സുഭാഷിത പുസ്തകം 10-ാം അധ്യായം 7-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്, നീതിമാന്മാരെ ഓർക്കുന്നത് അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും അനുഗ്രഹമാണെന്ന് കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. ആരെ സ്മരിക്കുന്നത്? കർത്താവ് സ്നേഹിക്കുന്നവരെ, കർത്താവിന്റെ നീതിയിൽ ജീവിച്ചവർ, അവരാണ് നീതിമാന്മാരെ. കർത്താവിനായി ചേർക്കപ്പെട്ട ആത്മാക്കള് അവരെ ഓർക്കുന്നത് അനുഗ്രഹമാണെന്ന് വചനം പറയുന്നു. ഈ കാര്യത്തിൽ നമ്മൾ എപ്രകാരമുള്ളവരാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ വചനം, ലൂക്ക 17:3 വചനം പറയുന്നു, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. എല്ലാ വചനം ഉച്ചത്തിലൊന്നും എല്ലാവരും വായിച്ച്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. പരിശുദ്ധ വചനം പറയാണ്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. ഈ കാര്യത്തിൽ നമുക്ക് അലസത പാടില്ല. കർത്താവിന്റെ നിർമ്മല വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിക്കുക, അവരെ ഓർക്കുക എന്ന കാര്യത്തിൽ നമുക്ക് ഉദാസീനത അരുത്, അശ്രദ്ധ അരുത്. ജാഗ്രത വേണം, ശ്രദ്ധ വേണമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. ശ്രദ്ധ വേണം. എൻ്റെ സഹോദര സഹോദരി, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മൾ അവരെ സ്നേഹിക്കാറുണ്ടോ? നമ്മൾ അവരെ എന്നും ഓർക്കാറുണ്ടോ? നമ്മുടെ അനുദിന പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, നമ്മുടെ അനുദിന വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ, നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളിൽ, ത്യാഗപ്രവൃത്തികളിൽ, എന്റെ സഹോദരങ്ങളെ, ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കാറുണ്ടോ? അതോ നമ്മൾ അവരെ അവഗണിക്കുകയാണോ? അതാണ് അവരുടെ ഏറ്റവും വലിയ വേദന. അവരെ സഹായിക്കാൻ വിളിക്കപ്പെട്ടവരെ, അവരെ സ്നേഹിക്കുവാനായി നിയോഗിക്കപ്പെട്ട നമ്മള് അവരെ അവഗണിച്ചു കളയുമ്പോൾ, അവരെ മറന്നു കളയുമ്പോൾ, ശുദ്ധീകരണ ആത്മാക്കളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹവും അനീതിയുമാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. എന്താണ് കാരണം? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിന്റെ കരുണ. ഈ കരുണയുടെ അടിസ്ഥാനത്തിൽ വചനം പഠിപ്പിക്കുക, നമ്മൾ അവരെ സ്നേഹിക്കണം, അവരെ ഓർക്കണം, അതിൽ ജാഗ്രതയുള്ളവരാകണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വചനത്തിൽ കർത്താവ് ശക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത്, നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം നിങ്ങൾ തേടി പോകാത്തത്. ശുദ്ധീകരണ ആത്മാക്കള് നിത്യസൗഭാഗ്യം ലഭിക്കുമാറ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിച്ചു പ്രാർത്ഥിക്കണം, അവരെ നിരന്തരം നമ്മൾ ഓർക്കണം.
കർത്താവിന്റെ ചോദ്യമാണ്, നിങ്ങൾ കണ്ടുകിട്ടുവോളം നിങ്ങൾ അന്വേഷിക്കില്ലേ? നിങ്ങൾ അതിന് പുറകെ നടക്കില്ലേ? സഹോദരങ്ങളെ, ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനുള്ള വഴികൾ എന്തെല്ലാമാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ, പരിശുദ്ധ കുർബാന അർപ്പണം. മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കളുടെ നിത്യ സൗഭാഗ്യത്തിനായി, ശുദ്ധീകരണ ആത്മാക്കളുടെ നിത്യജീവനായി, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനാഥാത്മാക്കള്, പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കള്, ഇവർക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ഓരോ കുർബാന അർപ്പണത്തിലും ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടി ആ കുർബാന കാഴ്ചവെക്കുക. ഇതിനേക്കാൾ വലിയ ശക്തിദായകമായ മറ്റൊരു ആരാധനയോ പ്രാർത്ഥന ഇല്ല എന്ന് പരിശുദ്ധ സഭ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ! ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. എബ്രായ പുസ്തകം 10-ാം അധ്യായം 14-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ കർത്താവായ ഈശോ തന്റെ ഏക ബലി അർപ്പണം വഴി പരിപൂർണരാക്കിയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കുരിശിലെ ബലിയിൽ പരിപൂർണമായ രക്ഷയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതകളിൽ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ ഈ കുർബാനയിൽ കർത്താവിനായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതകളാൽ ഈ ശുദ്ധീകരണ ആത്മാക്കള് നിത്യ സൗഭാഗ്യം പ്രാപിക്കുകയാണ്. കർത്താവേ, സ്തുതിക്കുന്നു. അവരെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി പരിശുദ്ധ കുർബാന അർപ്പണമാണ്. ടൊളന്റായിലെ വിശുദ്ധ നിക്കോളാസ് 1884 ലയോ 13-ാമൻ മാർപ്പാപ്പ വിശുദ്ധ നിക്കോളാസിനെ ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥനായി ഉയർത്തുകയാണ്. തിരുസഭയിൽ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് നിക്കോളാസ്. ഏകദേശം 100-ൽ പരം മരിച്ചുപോയവരെ അദ്ദേഹം ഉയർപ്പിച്ചു. ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. ഒരുപാട് പ്രായശ്ചിത്ത പ്രവൃത്തികളും ത്യാഗപൂർണമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിലൂടെ അനേകം ശുദ്ധീകരണ ആത്മാക്കള് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. വിശുദ്ധനായ നിക്കോളാസിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പോകും. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇത് കേൾക്കണം. ഇത് കെട്ടുകഥയല്ല സഹോദരങ്ങളെ. സഭയിലെ മഹാവിശുദ്ധനാണ് വിശുദ്ധ നിക്കോളാസ്. ഒരു ശനിയാഴ്ച രാത്രി തൻ്റെ കിടക്കയിൽ കിടക്കുന്ന നിക്കോളാസ് ഫ്രാ പെലഗ്രീനോ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുടെ ശബ്ദം കേട്ടു. നിക്കോളസിന് പരിചയമുണ്ടായിരുന്ന മരണമടഞ്ഞൊരു സഹോദരനായിരുന്നു ഇത് പെലഗ്രീനോ. അവൻ ശുദ്ധീകരണ സ്ഥലത്താണെന്ന് വെളിപ്പെടുത്തി. തനിക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ മറ്റനേകം ആത്മാക്കൾക്ക് വേണ്ടിയും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അപേക്ഷിക്കുകയും ഉടനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അടുത്ത 7 ദിവസങ്ങൾ വിശുദ്ധ നിക്കോളാസ് ആ സഹോദരനും മറ്റ് ശുദ്ധീകരണ ആത്മാക്കൾക്കുമായി പരിശുദ്ധ ബലി അർപ്പിച്ചു. അതേ തുടർന്ന് മരണമടഞ്ഞ സഹോദരൻ വീണ്ടും നിക്കോളാസിന് പ്രത്യക്ഷപ്പെട്ട് നന്ദി അറിയിക്കുകയും തന്നോടൊപ്പം അനേകം ആത്മാക്കൾ നിക്കോളാസിന്റെ ബലിയർപ്പണത്തിലൂടെ ദൈവിക ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം അനേകം പേർ തങ്ങളുടെ കുടുംബത്തിലും സൗഹൃദത്തിലുമുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിക്കോളാസിനെ സമീപിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ നിക്കോളാസ് തൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾക്ക് കർത്താവിൻ്റെ മഹാകരുണയാൽ നിത്യ സൗഭാഗ്യ പ്രവേശത്തിനുള്ള യോഗ്യത കൊടുക്കുക. പരിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുബലിയാണ്.
അനേക ബലി സമർപ്പണം വഴി അവൻ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഈ രക്ഷാകരമായ ബലിയുടെ അനന്തമായ യോഗ്യതകൾ ആരെല്ലാം വിശ്വസിച്ച് സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം ആ തിരുബലിയിൽ പരിപൂർണതയുണ്ട്, പൂർണതയുണ്ട്. സമരസഭയിലായിരിക്കുന്ന നമ്മള്, സഹനസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ, അതിലേറെ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനേക്കാൾ രക്ഷാകരമായ അനുഭവം ശുദ്ധീകരണ ആത്മാക്കൾക്ക് ലഭിക്കാനില്ല. ആമേൻ. അത്രയും ശക്തമാണ് പരിശുദ്ധ കുർബാന അർപ്പണം. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധനായ പേദ്രോ പിയോ തിരുസഭയിലെ മറ്റൊരു വലിയ വിശുദ്ധനാണ്. ചെറുപ്പം മുതൽ ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധം വിശുദ്ധ പേദ്രോ പിയോയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ അനേകം ശുദ്ധീകരണ ആത്മാക്കള് പങ്കെടുക്കുമായിരുന്നു. ആ ബലിയർപ്പണത്തിലൂടെ തങ്ങൾക്ക് വിമോചനം കിട്ടി അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിരുന്നു. ഇത് കെട്ടുകഥയല്ല, എന്തെങ്കിലും മാനസിക വിഭ്രാന്തി നിങ്ങളോട് പങ്കുവെക്കില്ല സഹോദരങ്ങളെ. ചിലർ ചോദിച്ചേക്കാം, എവിടെയാണ് പരിശുദ്ധ വചനത്തിൽ ഇതിന് അടിസ്ഥാനം? ഇത് കർത്താവിന്റെ സത്യവചനമാണോ? പരിശുദ്ധ ബൈബിൾ ഈ സത്യം പഠിപ്പിക്കുന്നുണ്ടോ? എന്റെ സഹോദരങ്ങളെ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് ആവശ്യകത പരിശുദ്ധ ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുവാൻ പറ്റും നമുക്ക്. അതൊന്നും കെട്ടുകഥകളല്ല, ഇതൊക്കെ മിഥ്യ സങ്കല്പങ്ങളല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണിത്. അപ്പം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനം, സഭാപിതാക്കന്മാരുടെയും സഭയിലെ വിശുദ്ധാത്മാക്കളുടെയും വിശ്വാസ ജീവിത അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധിയിൽ ജീവിച്ച ഒരു ശുദ്ധാത്മാവായിരുന്നു പേദ്രോ പിയോ. അദ്ദേഹത്തിന് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ? പഞ്ചശതധാരിയായിരുന്നു. കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച വലിയ വിശുദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്റെ ബലിയർപ്പണത്തിലൂടെ സംഭവിച്ച ചില അത്ഭുതങ്ങൾ നിങ്ങളുമായി ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. ഞാനത് വായിക്കാം, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചിരിക്കണമേ. ഞാൻ പീട്രോ ഡി മൗറ ആണ്. പേദ്രോയുടെ അടുത്ത് വന്ന ഒരു മനുഷ്യൻ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ പീട്രോ ഡി മൗറയാണ്. 1908 സെപ്റ്റംബർ 18 ഒരു തീപിടുത്തത്തിൽ ഈ ആശ്രമത്തിൽ ഇവിടെ വെച്ച് തന്നെ ഞാൻ മരിച്ചതാണ്. വൃദ്ധർക്കുള്ള അഭയകേന്ദ്രമായിരുന്നു ഈ ഭവനം ആ നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ നാളിൽ ഞാൻ ഇതേ മുറിയിൽ കിടന്നിറങ്ങുമ്പോൾ കിടക്കയ്ക്ക് തീ പിടിച്ചാണ് ഞാൻ മരിച്ചത്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത് ദൈവത്തിന്റെ കരുണയാണ്. ശുദ്ധീകരണ ആത്മാക്കളെ കർത്താവിന്റെ കരുണ അനുവദിക്കുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന ചോദിക്കുവാനായി. അങ്ങനെ വിശുദ്ധനായ പേദ്രോയുടെ അരികിലേക്ക് ഈ ശുദ്ധീകരണ ആത്മാവ് കടന്നു വരികയാണ്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്നാണ് വരുന്നത്. നാളെ രാവിലെ എനിക്കായി പരിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് അപേക്ഷിക്കുവാൻ കർത്താവിന്റെ അനുവാദത്തോടെ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. പറുദീസായിലേക്ക് ഞാൻ പ്രവേശിക്കാനിടയാകുന്ന ആ പരിശുദ്ധ കുർബാനയ്ക്ക് നന്ദി. പേദ്രോ പിയോ അദ്ദേഹത്തിനായി കുർബാന അർപ്പിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. പേദ്രോ പിയോ പറയുന്നു, എന്നാൽ ആശ്രമത്തിന്റെ വാതിൽക്കൽ വരെ അദ്ദേഹത്തെ അനുഗമിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതൊരു മരിച്ച വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യമായി. പേദ്രോ പിയോയ്ക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ആരും ഭയപ്പെടാതെ പേടിക്കണ്ട കേട്ടോ. നമ്മൾ അവരെ സ്നേഹിക്കുക, അവരാരും നമ്മൾ ഉപദ്രവിക്കില്ല. എൻ്റെ സഹോദരങ്ങളെ, പുറത്തേക്ക് വന്നപ്പോഴേക്കും ആ വ്യക്തി അപ്രത്യക്ഷനായി. ഞാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു പ്രവേശിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആശ്രമ സുപ്പീരിയർ എൻ്റെ അസ്വസ്ഥത കണ്ട് കാര്യം ആരാഞ്ഞപ്പോൾ നടന്നതല്ല ഞാൻ സുപ്പീരിയരോട് വിവരിച്ചു. പേദ്രോ പിയോ പറയാണ്. പറഞ്ഞ ശേഷം ആ മരിച്ച ആത്മാവിനായി കുർബാന അർപ്പിക്കുവാനുള്ള അനുവാദം ചോദിച്ചു. സുപ്പീരിയറായ പേദ്രോ പൗളീനോ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പേദ്രോ പിയോ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നറിയാൻ സാൻ ജോവാനിയിലെ ചരിത്ര
താളുകൾ എടുക്കുകയാണ്. ആ ചരിത്ര പുസ്തകം എടുത്ത് പരിശോധിച്ചപ്പോൾ 1908 ഇപ്രകാരം ഒരു മരണം നടന്നതായി ആ രജിസ്റ്ററിൽ കണ്ടു. ആ മരണ രജിസ്റ്ററിൽ സെപ്റ്റംബർ മാസത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നതായി പേദർ പൗളീനോ വായിച്ചു. 1808 സെപ്റ്റംബർ 18 വൃദ്ധഭവനത്തിൽ തീപിടുത്തത്തിൽ പീട്രോ ഡി മൗറ മരണമടഞ്ഞുവെന്ന് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ പ്രകാശിപ്പിക്കേണ്ട ജീവിത സാക്ഷ്യങ്ങളാണിത്. ഇത് കെട്ടുകഥ പറയല്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ മഹാകരുണ ആ ശുദ്ധീകരണാത്മാവിനെ അനുവദിക്കുകയാണ്. വിശുദ്ധനായ പേദ്രോപ്പിയായുടെ കുർബാന അർപ്പണം, അതിലൂടെ ലഭിക്കുന്ന യോഗ്യത സ്വീകരിക്കുവാനായിട്ട്. ആ ശുദ്ധീകരണാത്മാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അതുപോലെ സംഭവിക്കുക. അതെല്ലാം സത്യങ്ങളായിരുന്നു, കള്ളക്കഥകളായിരുന്നില്ല. ചരിത്രരേഖകൾ പരിശോധിച്ചപ്പോൾ ആശ്രമത്തിലെ സുപ്പീരിയർക്ക് മനസ്സിലായി ഇത് കൃത്യമായി സംഭവിച്ച 1908 സെപ്റ്റംബർ മാസം 18 അന്ന് വ്രതമന്ദിരമായിരുന്ന ഈ ആശ്രമത്തിൽ തീപിടിച്ചു. ആ തീപിടുത്തത്തിൽ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടതായി ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, എത്രയെത്രയോ അനുഭവങ്ങൾ ഇതുപോലെയുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധയായ ജത്രൂത്ത് പരിശുദ്ധ സഭയിലെ മഹാവിശുദ്ധയാണ്. ഗ്രേറ്റ് എന്നാണ് ജത്രൂത്തിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ജത്രൂത്തിന് ശുദ്ധീകരണ ആത്മാക്കളോട് അളമേറിയ സ്നേഹം ഉണ്ടായിരുന്നു. തൻ്റെ സഹനങ്ങളും ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളെല്ലാം ശുദ്ധീകരണ ആത്മാക്കളുടെ നിത്യ സൗഭാഗ്യത്തിനായി വിശുദ്ധ സമർപ്പിക്കുമായിരുന്നു. ഓരോ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് കർത്താവിൻ്റെ രക്തശരീരങ്ങൾ അവൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, കുർബാന സ്വീകരണത്തിന് ശേഷം അവൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനിത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു കഴിഞ്ഞ് ഈശോയുടെ പരിശുദ്ധ രക്തശരീരങ്ങൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ഇന്ന് നമ്മളെ തന്നെ ഒരു കൃപയിലേക്ക് വരാൻ നമ്മൾ പ്രാർത്ഥിക്കും. ഒപ്പം ആ നിമിഷം നമ്മൾ 1 മിനിറ്റ് മതി ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് ഓർത്തുകൊണ്ട് ആ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് വളരെ ഫലദായകമാണെന്ന് വിശുദ്ധ ജത്രൂത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. കർത്താവ് അവളെ പഠിപ്പിച്ച അത്ഭുത പ്രാർത്ഥന ഞാൻ അടുത്ത നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാം. അപ്പോ ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത് വളരെ ഫലദായകമാണെന്ന് വിശുദ്ധ ജത്രൂത്ത് അനുഭവിച്ചറിഞ്ഞു. കർത്താവ് അവളെ സത്യം പഠിപ്പിച്ചു. ഇന്ന് ഈ സത്യം നമ്മെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന അർപ്പണമാണ്. ഓരോ ദിവ്യബലിയിലും ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുക, അവരെ സ്നേഹിച്ചു പ്രാർത്ഥിക്കുക. അവരുടെ കടങ്ങളുടെ പുറത്ത് പാപങ്ങൾക്ക് മോചനം കിട്ടാൻ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ തിരുബലിയുടെ അനന്ത യോഗ്യതകളാൽ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യ പ്രവേശനമുണ്ടാകും. ഇരുകരങ്ങളും ഉയർത്തി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹൃദയ നെറുക്കത്തോടെ വിളിച്ച ഈശോ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ. ഈശോയെ നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി, നന്ദി കർത്താവേ, നന്ദി, നന്ദി, നന്ദി കർത്താവേ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ശുദ്ധീകരണാത്മകളെ സഹായിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ സഹനങ്ങളാണ്. സഹനങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല. എന്തുമാത്രം സഹനങ്ങളാണ് നമുക്കെല്ലാം ഉള്ളത്. വ്യക്തിപരമായി, കുടുംബപരമായി ഒരുപാട് സഹനങ്ങൾ നമുക്കെല്ലാം ഉണ്ട് സഹോദരങ്ങളെ. ഈ സഹനങ്ങളെ നമ്മൾ രക്ഷാകരമാക്കി മാറ്റുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ സഹനത്തെയും നമ്മൾ കൃപയായി സ്വീകരിച്ച് ഈ സഹനങ്ങളെ കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ വിമോചനത്തിനായി നമ്മളിത് കാഴ്ചവെക്കുമ്പോൾ അത്ഭുതകരമായ ഫലങ്ങളാണ്
ശുദ്ധീകരണ ആത്മാക്കൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വചനം വിശുദ്ധ സുവിശേഷം അവിടെ 10-ാം അധ്യായം 39-ാമത്തെ വചനം 10:39 എന്താ പറയുന്നത്? സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. കർത്താവിനെ പ്രതിയുള്ള സഹനങ്ങളിൽ സന്തോഷിച്ചുകൊണ്ട് ആ സഹനങ്ങളെ രക്ഷാകരമാക്കി കൃപകളാക്കി നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ സഹനങ്ങൾ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, സഹോദരങ്ങളെ, ആ സഹനങ്ങളിലൂടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വിമോചനമുണ്ട്. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ വചനം 16:25, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. എന്റെ സഹോദരങ്ങളെ, എത്ര ശക്തമാണ് സഹനം! സഹനങ്ങളെ രക്ഷാകരമായി സ്വീകരിക്കുന്നവരെക്കാൾ അനന്തകരമായ അനുഗ്രഹദായകമായ മറ്റൊരു ജീവിതമില്ല എന്ന് ഈ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമാണ് കർത്താവിന്റെ വചനം! എന്നെ പ്രതി, കർത്താവിനെ പ്രതി, ആത്മാക്കളെ രക്ഷയെ പ്രതിയുള്ള നമ്മുടെ ഓരോ സഹനത്തിനും പ്രതിഫലമുണ്ടെന്ന് സത്യവചനം പഠിപ്പിക്കുകയാണ്. ഇത് കർത്താവിന്റെ വചനമാണ് സഹോദരങ്ങളെ. പരിശുദ്ധ സഭയിൽ വലിയൊരു വിശുദ്ധയാണ് ജമ്മ ഗിൽഗാനി. ഏകാവസ്ഥയായിരുന്നു. സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു കുടുംബിനിയോ ഒന്നുമല്ല. ഏകാവസ്ഥ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഒരു പുണ്യാത്മാവായിരുന്നു ജമ്മ ഗിൽഗാനി. ഈ വിശുദ്ധ പറയുന്ന മനോഹരമായൊരു വാക്കുണ്ട്. സഹനത്തെക്കുറിച്ചുള്ള അവളുടെ ദൈവിക ചിന്തകൾ. സഹിക്കുക, പാപികൾക്ക് വേണ്ടി സഹിക്കുക, സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായും പേര് പറഞ്ഞ് അവൾ പറയാണ് സഹിക്കുക. നമ്മുടെ സഹനങ്ങൾക്ക് ശുദ്ധീകരണ ആത്മാക്കളെ വിമോചിപ്പിക്കുവാനുള്ള രക്ഷാകരമായ ശക്തിയുണ്ടെന്ന് ജമ്മ ഗിൽഗാനി നമ്മളെ പഠിപ്പിക്കുക. സഭയിലെ വലിയൊരു വിശുദ്ധയാണ്. ശുദ്ധീകരണ ആത്മാക്കളുമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്നൊരു വിശുദ്ധ. തന്റെ സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് അനേകം ആത്മാക്കളെ കർത്താവിനായി നേടിക്കൊടുത്ത ഒരു മഹാവിശുദ്ധ. അവള് പറയാ സഹിക്കുക, ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കുക, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കുക. നമ്മൾ ഏത് ശുദ്ധീകരണ ആത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ അറിവിൽപ്പെട്ട ആത്മാവിന്റെ പേര് പറഞ്ഞ് സഹിക്കുക എന്ന് പറയാണ്. ആ സഹനം വെറും പിറുപിറുത്തും പരാതി പറഞ്ഞും അസ്വസ്ഥപ്പെട്ടുള്ള സഹനമല്ല. ആ സഹനങ്ങൾ രക്ഷാകര മൂല്യമുണ്ട്. നമ്മുടെ സഹനങ്ങള് കർത്താവിൻ്റെ ആ രക്ഷാകരമായ സഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ടെന്ന് വിശുദ്ധാത്മാക്കളും സഭാപിതാക്കന്മാരും കർത്താവിൻ്റെ പരിശുദ്ധ വചനവും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആഗോള സഭയുടെ മിഷന്റെ മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ എന്താണ് നമ്മോട് പറയുന്നത്? സഹനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ചിലർ പറയാറില്ലേ, എന്താ പറയാറ്? സാരമില്ല, കുറച്ചു കാലം ശുദ്ധീകരണ സ്ഥലത്ത് അങ്ങ് കഴിയാം. നമ്മൾക്ക് ബോധമില്ലാതെ പറയുന്ന കാര്യമാട്ടോ സഹോദരങ്ങളെ. ഞാൻ ഈ ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്ത് അധികം നാള് കിടത്തരുത്. ശുദ്ധീകരണം ഇവിടെ തന്നെ നീ കഴിച്ചോ, അവിടെ നീ മാക്സിമം സഹനങ്ങൾ തന്നോ. പക്ഷെ ശുദ്ധീകരണ സ്ഥലത്ത് ഒത്തിരി നാൾ കിടക്കാതെ അങ്ങയോട് കൂടെ നിത്യമഹത്വത്തിൽ വാഴാൻ ഞങ്ങൾക്കൊക്കെ കൃപ തരണേ. ചിലപ്പോൾ ഒരു മണ്ടൻ പ്രാർത്ഥനയായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത്ര സുഖകരമായ അനുഭവമല്ല ശുദ്ധീകരണ അനുഭവം. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസത്തിലെ ശുശ്രൂഷയിൽ കണ്ടു. ശുദ്ധീകരണ അഗ്നിയുടെ തീവ്രത വിശുദ്ധാത്മാക്കളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊച്ചുരേസ്യ ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ അങ്ങ് കിടന്നോളാം എന്നൊക്കെ. നമ്മൾ സങ്കടത്തോടെ അരിശം വരുമ്പോൾ പറയുന്ന കാര്യമാണ്.
ഇത് വളരെ തെറ്റായ ഒന്നാണെന്ന വിശുദ്ധ പറയുന്നത്. ഈ ലോകത്തിൽ സഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ അവിടെ സഹിക്കേണ്ടി വരും. അവിടെ ആരും വെറുതെ സമയം ചെലവഴിക്കുകയല്ല. ചിലർ ദീർഘകാലം സഹിക്കേണ്ടി വരും. നിത്യതയിൽ എന്തു പ്രതീക്ഷിക്കണമെന്ന് ഭൂമിയിൽ ജീവിച്ച കാലത്ത് ശുദ്ധീകരണ ആത്മാക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ശുദ്ധീകരണ സ്ഥലം കാലിയായേനെന്ന് വിശുദ്ധ പറയാം. ശുദ്ധീകരണ സ്ഥലത്ത് ആരും ഉണ്ടാവില്ല. കാരണം അവർ ഇവിടെ തന്നെ സഹനങ്ങളെ രക്ഷാകരമായി സ്വീകരിക്കും. അനുദിന ജീവിതത്തിലെ ഓരോ സഹനത്തെയും കൃപയായി സ്വീകരിക്കും, രക്ഷാകരമായി സ്വീകരിക്കും. അങ്ങനെ സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മുടെ കടങ്ങൾക്ക് പൊറുതി ലഭിക്കും, പാപത്തിന് മോചനം ഉണ്ടാവും, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളാകും. നമുക്ക് അധികം വൈകാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ വാഴുവാൻ കഴിയും. ഈ സത്യമാണ് ഈ മഹാവിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതകാലത്ത്, ഈ ലോക ജീവിതകാലത്ത് ഈ ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ ശുദ്ധീകരണ സ്ഥലം കാലിയായേനെ. തുടർന്ന് എന്താ വിശുദ്ധ പറയുന്നത്? വിശുദ്ധ പഠിപ്പിക്കുകയാണ്, സഹനങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തേക്കായി നാം നീക്കി വെക്കരുത്. സഹനങ്ങളെ ഞാൻ അവിടെ സഹിച്ചോളാം, ചിലർ പറയാ ഞാൻ അവിടെ സഹിച്ചോണ്ട്. വല്ലതും അറിഞ്ഞിട്ടാണോ നീ അത് പറയുന്നതാണോ? ഈ മർമ്മം നീ മനസ്സിലാക്കിയാൽ 100 അല്ല 1000 പ്രാവശ്യം ചിന്തിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ സഹിച്ചോണ്ട്, എന്നോടൊന്നും പറയണ്ട, എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് ഈ ജീവിതം പറ്റില്ല, എനിക്കിത് സാധ്യമല്ല, ഞാൻ സഹിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ സഹിച്ചോളാം. എവിടെ? ശുദ്ധീകരണ സ്ഥലത്തോ? നീക്കി വെക്കരുത്. ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കാമെന്ന് പറഞ്ഞ് നിന്റെ സഹനങ്ങളെ നീ പാഴാക്കി കളയരുത്. പിറുപിറുത്തും അസ്വസ്ഥപ്പെട്ടും മുറുമുറുത്തും നീ അതിനെ നിഷേധിച്ച് കളയരുത്. ഈ വിശുദ്ധ പഠിപ്പിക്കുക. കുതുദേശ പുണ്യവതി പറയുക, നീ അത് നീക്കി വെക്കരുത്. ഈ ലോക ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങളെ കൃപകളായി ആനന്ദത്തോടെ സ്വീകരിക്കുക. അതാണ് പരിശുദ്ധ വചനം പറയുന്നത്. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുക. 4:12, 4:14 എന്താ പറയുന്നത്? 1 പത്രോസ് 4:14, ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈശോയെ പ്രതിയുള്ള സഹനങ്ങളാൽ, ഈശോയെ പ്രതിയുള്ള കഷ്ടതകളിൽ, ഈശോയെ പ്രതിയുള്ള നിന്ദനങ്ങളിൽ നമ്മൾ വേദനിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ അനുഗ്രഹീതരാണ്, നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. ഹല്ലേലൂയ! അത്ര അതിശയകരമായ വചനം. നമ്മുടെ സഹനങ്ങൾക്ക് എന്തുമാത്രം മൂല്യമുണ്ട് സഹോദരങ്ങളെ. വീണ്ടും പത്രോസ്ലിയുടെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം വചനത്തിൽ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളുടെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുന്നു, സ്തുതീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യുന്നു. അല്പകാല സഹനത്തിന് ശേഷം നമുക്ക് പൂർണ്ണത വരുന്നു, സ്ഥിരീകരണം ഉണ്ടാകുന്നു, ശുദ്ധീകരണം ഉണ്ടാകുന്നു. സഹനങ്ങൾക്ക് വിലയുണ്ടോ? സഹനങ്ങൾക്ക് മൂല്യമുണ്ടോ? സഹോദര, സഹോദരി, നിന്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾക്ക് മൂല്യമുണ്ടോ? മൂല്യമുണ്ട് എന്നാണ് കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുന്നത്. ഇത് വേറെ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്ന കഥകളല്ല സഹോദരങ്ങളെ. ഇത് ജീവനുള്ള കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആകാശം ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനം മാറിപ്പോവുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച കർത്താവിന്റെ നിർമ്മലമായ വചനമാണിത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ. സഭാപിതാവായ വിശുദ്ധനായ അഗസ്തീനോസ് ഈ ബുദ്ധിരാക്ഷസനായിരുന്നു. സഭയിലെ വലിയ വിശുദ്ധനാണ് ഈ സഭാപിതാവ്. വിശുദ്ധനായ അഗസ്തീനോസ് എന്താ പറയുന്നത്? ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകള്, സഭയുടെ പ്രാർത്ഥനകള്, രക്ഷാകര ബലി, മരിച്ചവരുടെ ആത്മാക്കൾക്കായി നൽകുന്ന ദാനധർമ്മങ്ങൾ എന്നിവ വഴിയായി
മരിച്ചവരുടെ പാപങ്ങൾ അർഹിക്കുന്ന ശിക്ഷയേക്കാൾ കർത്താവിൻ്റെ കാരുണ്യമൊഴുക്കി അവരെ സഹായിക്കാനാകും എന്നതിൽ സംശയമില്ല. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ സഹനങ്ങൾക്കും നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അർപ്പണങ്ങൾക്കും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കെല്ലാം വലിയ ശക്തിയും പ്രതിഫലവും ഉണ്ടെന്ന് സഭാപിതാവായ അഗസ്തീനോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് നിത്യസൗഭാഗ്യ പ്രവേശനം ലഭിക്കുമെന്ന് ഈ പുണ്യാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. സഭയിലെ വലിയൊരു വിശുദ്ധനായ ജോൺ മരിയ വിയാനി. അദ്ദേഹം ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ ശുദ്ധീകരണ ആത്മാക്കളുടെ അവസ്ഥ തൻ്റെ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സഹായത്തിന് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾ നിലവിളിക്കുന്നവരുടെ നിലവിളി അദ്ദേഹം പ്രസംഗ രൂപത്തിൽ തൻ്റെ ജനത്തെ അറിയിച്ചു. പ്രകാരമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാനത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന് ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ക്രൂരമായ വേർപിരിയലാണിത്. ദൈവം നീതിയാണ്. എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്. എൻ്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാവുമോ? ശുദ്ധീകരണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് ചോദിക്കുക, ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ ഈ അഗ്നിക്കിടക്കിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമായി വിശ്രമിക്കാനാകും? രാവും പകലും ഞങ്ങളിവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത്, നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരും പ്രിയപ്പെട്ടവരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട പലതുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ നമ്മൾ അവരെ മറക്കുന്നു, നമ്മൾ അവരെ അവഗണിച്ചു കളയുന്നു. എന്നിട്ട് ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങളെ കാരാഗൃഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷേ നിങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മെ നോക്കി വിലപിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ മറക്കാൻ പറ്റുന്നു? ഞങ്ങളല്ലേ നിങ്ങൾക്ക് വീട് തന്നത്, ഈ സ്ഥലം തന്നത്, ഈ സമ്പത്ത് തന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ മറന്നു കളയുന്നു? വിശുദ്ധനായ ജോൺ മരിയ വിയാനി നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രധാന വിഷയമാണ്. എൻ്റെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. നമ്മുടെ സഹനങ്ങൾക്ക് വലിയ മൂല്യമുണ്ടെന്ന് പരിശുദ്ധ വചനം പറയുന്നു. മൂന്നാമത് അവരെ സഹായിക്കാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാത്ത ഒന്നായി തീരണം. നിങ്ങളെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുവിൻ. ഈ വചനം നമ്മൾ മറന്നു പോകരുത്. ഏതാനും ദിവസങ്ങളല്ല, എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാനതിന് അനുഭവങ്ങളിലൊട്ടൊന്നും പോകുന്നില്ല. ദൈവകരുണയുടെ ജപമാല ചൊല്ലി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുക. കുരിശിന്റെ വഴി ചൊല്ലി കർത്താവിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കുരിശിന്റെ വഴി നടത്തി ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ വചനം ഏറ്റുപറഞ്ഞ്, ദൈവത്തിന്റെ വചനമേറ്റുപറഞ്ഞ് നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വചനം സൗഖ്യദായകമാണ്, അത് ശക്തിദായകമാണ്, അത് സത്യത്തിന്റെ വചനമാണ്, അത് ജീവന്റെ വചനമാണ്. സഹോദരങ്ങളെ, വിശ്വാസത്തോടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക.
കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലുക, രക്ത ജപമാല ചൊല്ലുക. ഒത്തിരി പ്രാർത്ഥിക്കാൻ, എന്തുമാത്രം പ്രാർത്ഥന അനുഭവങ്ങള്, പ്രാർത്ഥനകള് പരിശുദ്ധ സഭയിലൂടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 2 മക്കാബായരുടെ പുസ്തകം, മക്കാബായരുടെ 2-ാം പുസ്തകത്തിൽ നമുക്കിത് വ്യക്തമായി കാണാൻ പറ്റും. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ബുദ്ധിശൂന്യതയാണോ? എന്താണ് നിന്റെ അഭിപ്രായം? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ യൂട്യൂബിൽ ചില കമന്റ് ബോക്സിൽ കണ്ടു, സഹോദര ഭോഷത്വം പറയരുത്. പലരും ചെക്കൻ്റെ ശുശ്രൂഷകളെ വ്യക്തിപരമായി ചെയ്യുന്ന നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നവരെ, പക്ഷെ ഈ വിഷയം വരുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, എന്ത് ബുദ്ധിമോശമാണ് ബ്രദർ ഈ ദിവസങ്ങളിൽ പറയുന്നത്? ഇതിലെവിടെയാ വചനത്തിന് അടിസ്ഥാനം? മരിച്ചവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങളുടെയും ഈ വിശ്വാസ സാക്ഷ്യങ്ങളുടെയും വെളിച്ചത്തിൽ ഞാനും നീയും പരിശോധിക്കണം, ഇത് കെട്ടുകഥയാണോ അതോ ഇത് നിത്യസത്യമാണോ എന്ന്. കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. 2 മക്കാബായർ 12-ാം അധ്യായം 39-ാമത്തെ വചനം, യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃകൂടാരങ്ങളിൽ അടക്കം ചെയ്യുക. ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്നു തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. തുടർന്ന് 42 മുതലുള്ള വചനങ്ങൾ അവരെന്ത് ചെയ്തു? 42 മുതലുള്ള വചനങ്ങൾ, ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. മരിച്ചുപോയുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പാപം പുറത്തു കൊടുക്കണേ, കടങ്ങൾ ഇളയിച്ചു കൊടുക്കണമേ എന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകുകയും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ഈ ലോകത്തിൽ ജീവിച്ചവർക്ക് വേണ്ടിയല്ല, മരണപ്പെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടി, തങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു കർത്താവിനോട് പ്രാർത്ഥന യാചിക്കുകയാണ്. തുടർന്ന് പരിശുദ്ധ വചനം പറയുന്നു, പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000-ഓളം ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്തു. പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും, പരിശുദ്ധ വചനം പറയാ, ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായുള്ള പാപപരിഹാര ബലിക്കായി അവർ ദൈവജനത്തിൽ നിന്ന് വെള്ളി പിരിച്ചെടുക്കുകയാണ്. ഈ യൂദാസിന്റെ ഈ പ്രവൃത്തി കർത്താവിന് മുമ്പിൽ ഉചിതവും ശ്രേഷ്ഠവുമായി മാറിയെന്ന് കർത്താവ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വീണ്ടും 44-ാമത്തെ വചനം, മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. എന്റെ സഹോദരങ്ങളെ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഭോഷത്വമാണെന്നാണ് കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഭോഷത്വമാണ്, അത് മണ്ടത്തരമാണ്, അത് വലിയ അപരാധമാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ദൈവകരുണയുടെ പ്രേക്ഷിതയായി പരിശുദ്ധ സഭ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ. എന്താണ് ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞത്? പാപികളുടെ ആത്മാക്കൾ, ശുദ്ധീകരണ ആത്മാക്കൾ എന്നിവ വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രാർത്ഥനയുടെ 2 കേന്ദ്ര വിഷയങ്ങളായിരുന്നു. അവളുടെ സഹനവും ത്യാഗങ്ങളും ഇപ്രകാരമുള്ള ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ടാണ് അവർ സമർപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ലോകത്തിൽ ജീവിച്ച് ആത്മാക്കളുടെ രക്ഷ, ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. 2, മരിച്ചുപോയി ശുദ്ധീകരണ ആത്മാക്കളുടെ നിത്യ സൗഭാഗ്യത്തിനു വേണ്ടി തൻ്റെ സഹനങ്ങളും ത്യാഗങ്ങൾ പ്രാർത്ഥനയായി വിശുദ്ധ മരിയ ഫൗസ്റ്റീന കാഴ്ചവെച്ചു. ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. തൻ്റെ ആശ്രമത്തിൽ, തൻ്റെ കോൺവെന്റിലുള്ള ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ മരണപ്പെട്ടു പോയി.
ഈ സിസ്റ്ററിന് വേണ്ടി വിശുദ്ധ മരിയ ഫൗസ്റ്റീന പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ അനുഭവം ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 2 മാസം മുമ്പ് മരിച്ചുപോയ സിസ്റ്റർ ഒരു രാത്രി എൻ്റെ അടുക്കൽ വന്നു. 1-ാം ഗായക സംഘത്തിലൊരു സിസ്റ്റർ ആയിരുന്നു അവൾ. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഞാൻ അവളെ കണ്ടത്. അഗ്നിജ്വാലകളാൽ വേദനിച്ചും വിരൂപമായും അവളുടെ മുഖം മാറിയിരുന്നു. ഇതൊരു നിമിഷത്തേക്ക് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. ഉടനെ അവൾ അപ്രത്യക്ഷയാവുകയും ചെയ്തു. അവൾ ശുദ്ധീകരണ സ്ഥലത്തിലാണോ നരകത്തിലാണോ എന്ന് എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ ആത്മാവിൽ ഒരു നടുക്കം അനുഭവപ്പെട്ടു. ഏതായാലും അവൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഞാൻ വർദ്ധിപ്പിച്ചു. ഫൗസ്റ്റീന പറയാണ്, അടുത്ത രാത്രിയിൽ അവൾ വീണ്ടും വന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? വീണ്ടും വന്നപ്പോൾ അവൾ കൂടുതൽ ഭയാനകമായ അവസ്ഥയിലായിരുന്നു. ശക്തമായ തീജ്വാലകൾക്കിടയിൽ അവളുടെ മുഖത്ത് മുഴുവൻ നിരാശ പ്രകടമായിരുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷവും അവളുടെ അവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു ചോദിച്ചു, എൻ്റെ പ്രാർത്ഥന നിനക്ക് സഹായകമാവുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന നിനക്ക് സഹായകമാവുന്നില്ലേ? എൻ്റെ പ്രാർത്ഥന അവൾക്കൊരു സഹായം നൽകുന്നില്ലെന്നും ഒന്നിനും അവളെ സഹായിക്കാനാവില്ലെന്നും അവൾ പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, സമൂഹം മുഴുവൻ നിനക്ക് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകളും നിനക്കൊരു സഹായവും നൽകുന്നില്ലേ? ഇല്ല, ആ പ്രാർത്ഥനകൾ വേറെ ഏതോ ആത്മാക്കൾക്ക് ഉപകാരമായി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ സിസ്റ്റർ ദയവായി ഇനി എൻ്റെ അടുക്കൽ വരുന്നത് അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഫൗസ്റ്റീന പറയാം, അവൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി. എങ്കിലും ഞാൻ അവൾക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു രാത്രിയിൽ അവൾ വീണ്ടും എൻ്റെ അടുക്കൽ വന്നു. പക്ഷേ അവളുടെ രൂപഭാവങ്ങൾക്കെല്ലാം വലിയ മാറ്റം വന്നിരുന്നു. മുമ്പ് ഉണ്ടായിരുന്നത് പോലെ അവളുടെ മുഖത്ത് തീജ്വാലകളില്ലായിരുന്നു. അവളുടെ മുഖം പ്രകാശിതമായിരുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അയൽക്കാരോട് യഥാർത്ഥ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥന വഴി മറ്റനേകം ആത്മാക്കൾക്ക് നേട്ടമുണ്ടായെന്നും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തരുതെന്നും അവൾ എന്നെ ഓർമ്മിപ്പിച്ചു. ശുദ്ധീകരണ ആത്മാക്കളിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ അവൾ തന്നെയും അധികം കാലം ഉണ്ടാകില്ലെന്നും അവൾ കൂട്ടിച്ചേർത്തു. ദൈവത്തിൻ്റെ വിധി തീർപ്പുകൾ എത്ര വിസ്മയകരമാണ്. ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ 58-ാമത്തെ ഖണ്ഡികയിലാണ്. അപ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ ഫൗസ്റ്റീനയിലൂടെ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കിക്കുക, അത് അവിടെ ഡിസ്പ്ലേ വരും, നമുക്കത് കാണാം. ഒന്നാമതായി, ശുദ്ധീകരണ ആത്മാക്കൾക്കായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്കായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ചില ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഫലം കണ്ടെന്നു വരില്ല. ഈ ലോകത്തിൽ നമ്മൾ കാണും, നമ്മുടെ ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, പ്രിയപ്പെട്ടവരാകാം, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത ജീവിതങ്ങൾ ഇന്നുമുണ്ട്. ഇത് ശുദ്ധീകരണ ആത്മാക്കളുമായിട്ടുള്ള ബന്ധത്തിലും ഇത് ശരിയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പഠിപ്പിക്കുകയാണ്. ചില ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഫലം ഉണ്ടാവുകയില്ല. പക്ഷെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്, പ്രാർത്ഥന നിർത്തിക്കളയരുത്. ഫൗസ്റ്റീനാമ്മയുടെ കർത്താവ് പഠിപ്പിക്കുക, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ തൊട്ടടുത്ത സമയത്ത് ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിൽ അവളെ പ്രാർത്ഥിച്ച സിസ്റ്റർ പ്രാർത്ഥിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. പ്രാർത്ഥന അവസാനിപ്പിക്കാൻ തുറന്നും പ്രാർത്ഥിച്ചു. അവസാനം ആത്മാവ് സന്തോഷവതിയായി ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ആ സന്ദേശം നമ്മൾ കേട്ടതാണ്. മൂന്നാമത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ശുദ്ധീകരണ ആത്മാക്കൾക്കായുള്ള പ്രാർത്ഥന യഥാർത്ഥ സഹോദര സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ, നമ്മളെ സ്നേഹിച്ചവരോട്, നമ്മളെ സഹായിച്ചവരോട്, നമ്മൾ ഒരുപാട് നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് ഫൗസ്റ്റീന തൻ്റെ ജീവിത അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നാലാമത് എന്താണ്?
ഓരോ ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിനെ നമ്മുടെ പ്രാർത്ഥന അത് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ, അതോ പ്രാർത്ഥന ആവശ്യമില്ലെങ്കിൽ, വേറെ ഏതെങ്കിലും ആത്മാക്കൾക്ക് കർത്താവ് അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളും. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന പാഴായി പോകാൻ, ആ പ്രാർത്ഥനകള് പാഴായി പോകാൻ ഒരു കാരണവശാലും കർത്താവ് അത് അനുവദിക്കുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞ ആമേൻ. ഉടനെ സഹോദരങ്ങളെ, തീഷ്ണതയോടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ ജപമാല ചൊല്ലി, ശ്രദ്ധിച്ച് നിങ്ങള്, പരിശുദ്ധ ജപമാല ചൊല്ലി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് ദൈവകരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ പീഡാസഹനം കുരിശുമരണം ധ്യാനിച്ചുകൊണ്ട് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. ദൈവവചനത്തിന്റെ സൗഖ്യദായകമായ ശക്തി അനുഭവിച്ച് കർത്താവിന്റെ പരിശുദ്ധ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന അവർക്ക് രക്ഷാകരമായിട്ട് മാറും, ഫലപ്രദമായി മാറുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ജമ്മ ഗിൽഗാനി വീണ്ടും ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്? വിശുദ്ധയിലൂടെ എന്താണ് ഈശോ നമ്മെ അറിയിക്കുന്നത്? നമ്മുടെ രഹസ്യമായ പ്രാർത്ഥനകളും കണ്ണീരും വെറും ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകാതെ, ഈ ലോകത്തിന്റെ ഭൗതികമായ നേട്ടങ്ങൾ, ഈ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി മാത്രമാകാതെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ കണ്ണുനീരുകളും സഹനങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുമ്പോൾ എത്ര ആത്മാക്കൾക്ക് ആശ്വാസവും ആനന്ദവും അവ പ്രദാനം ചെയ്യുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ ജമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഭയിലെ വലിയ വിശുദ്ധയാണ് ജമ്മ ഗിൽഗാനി. എത്ര മഹത്തരമായ വാക്കുകളാണ്! നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അവസാനമായ സഹോദരങ്ങളെ, ശുദ്ധീകരണാത്മ അവസാനമായിട്ടല്ല നമ്മൾ ഈ സെഷനിൽ കാണുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ വചന ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കർത്താവിനെ പ്രതിയുള്ള ദാനധർമ്മങ്ങളും കാരുണ്യ പ്രവൃത്തികളുമാണ്. അത് ശുദ്ധീകരണ ആത്മാക്കളെ കടങ്ങൾക്ക് പ്രതിലഭിക്കാൻ കർത്താവിന്റെ കരുണ ഇടവരുത്തും. രക്ഷാകരമായ സൗഖ്യം ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വന്തമാക്കാൻ കഴിയും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളിലൂടെയും ഈശോയെ പ്രതിയുള്ള ദാനധർമ്മങ്ങളിലൂടെയും. തോബിത്തിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം 4:7 എന്താ പറയുന്നത്? ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. 8-ാമത്തെ വചനം പറയാം 4:8, സമ്പത്തേറുമ്പോൾ അതിനനുസരിച്ച് ദാനധർമ്മം ചെയ്യുക. അതിനനുസരിച്ച് നീ ദാനധർമ്മം ചെയ്യുക. വീണ്ടും തോബിയത്തിന് പുസ്തകം 12:9 ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഏതു മരണം? നിത്യമായ മരണത്തിൽ നിന്ന്, ഇറ്റേണൽ പണിഷ്മെന്റിൽ നിന്ന്. കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി, സഹോദര സ്നേഹത്തെ പ്രതിയുള്ള ദാനധർമ്മങ്ങൾ നിന്നെയും എന്നെയും രക്ഷിക്കുന്നുവെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ! ഓ, സ്തുതിക്കുന്നു. നിത്യമായ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നു. ദാനധർമ്മം, കാരുണ്യ പ്രവർത്തികൾ. പ്രഭാഷകന്റെ പുസ്തകം 3:30 ഈ സത്യമാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ 3:30 ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തിക്കളയുന്നു. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നമ്മള് നാട്ടുകാരുടെ കയ്യടി കിട്ടാനും ഞാൻ വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണെന്ന് അനേകരെ കാണിക്കാനും അറിയിക്കാനും ആ പോസ്റ്ററും ഫ്ലക്സ് കാർഡുകളും അതും ഇതും ഇട്ട് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങളെ കുറിച്ചല്ല ഇവിടെ വചനം പറയുന്നത്. ഈ രഹസ്യത്തിൽ ചെയ്യുന്ന കർത്താവിനെ പ്രതി, നിന്റെ സഹോദരനോട് ആത്മാർത്ഥമായ സ്നേഹത്തെ പ്രതി, നാട്ടുകാരെ അറിയിക്കാനല്ല, അവൻ അതിന് അർഹിക്കുന്നുവെന്നുള്ള തിരിച്ചറിവോടെ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നിന്റെ പാപത്തിന് പരിഹാരമാണ്. നിന്റെ മാത്രമല്ല, നീ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്കും അത് പരിഹാരമായി, കടങ്ങൾക്ക് പൊറുതിയായി കർത്താവ് നൽകുമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ,
ശുദ്ധീകരണ ആത്മാക്കളെ സഹായിക്കാനുള്ള വഴികളാണ് നമ്മൾ വചനത്തിൽ കണ്ടത്. പക്ഷെ ജത്രൂത്ത് ശുദ്ധീകരണ ആത്മാക്കൾ ഒരുപാട് സ്നേഹിച്ച വിശുദ്ധയാണ്. നമ്മുടെ കർത്താവ് പക്ഷെ ജത്രൂത്തിനെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ഓരോ പ്രാവശ്യവും വിശ്വാസത്തോടെ ദൈവസ്നേഹത്തെ പ്രതി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് 1000 ശുദ്ധീകരണ ആത്മാക്കളെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് വിശുദ്ധ ജത്രൂത്തിന് ഈശോ വാഗ്ദാനം കൊടുത്തു. ആ പ്രാർത്ഥന നിങ്ങൾ പഠിക്കണം, കുടുംബത്തിൽ ചൊല്ലണം, വ്യക്തിപരമായി ചൊല്ലണം, അനേകരത് പഠിപ്പിക്കണം, അനേകർക്ക് ഈ ബോധ്യങ്ങൾ കൊടുക്കണം. എന്താണ് ആ പ്രാർത്ഥന? നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങൾ ഏകരക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ദിവസവും പല പ്രാവശ്യം നമ്മൾ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ സ്നേഹത്തിൽ ചെയ്യുക. അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് നമ്മൾ നിത്യജീവനായി നേടുക. ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നിങ്ങൾ 1 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു 30 സെക്കൻഡ്, അര മിനിറ്റെങ്കിലും നിശബ്ദതയിൽ സ്നേഹത്തോടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധ രക്തശരീരങ്ങളുടെ അനന്ത യോഗ്യതകളാൽ ശുദ്ധീകരണ ആത്മാക്കൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ അവരെ സ്നേഹിക്കുക സഹോദരങ്ങൾ. ഞാൻ ഉറപ്പ് പറയുന്നു, അത് നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകും. നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപ കൊണ്ട് നിറയും. നമ്മുടെ ജീവിതത്തിലെ കുടുംബങ്ങളിലെ തലമുറകളിലെ പല തടസ്സബന്ധനങ്ങൾ വഴി മാറും. ശാപങ്ങൾ തകരും. തലമുറയായി കണ്ടുവരുന്ന വിനാശങ്ങൾ, പരാജയങ്ങൾ, കൊടിയ തകർച്ചകൾ, ദുരന്തങ്ങള് ദൈവാനുഗ്രഹമായി പരിണമിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കർത്താവ് വരുത്തും. ഈ സത്യം മനസ്സിലാക്കി ശുദ്ധീകരണ ആത്മാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.